റേയും കാർത്തിയും ആ റൂമിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. കാർത്തി പരമാവധി റേയെ കളിയാക്കുന്നുണ്ട്. റേ ആണെങ്കിൽ അതൊന്നും അവനെ ബാധിക്കാത്ത രീതിയിൽ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഗാഥയെ നോക്കി നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ കളിയാക്കൽ നിർത്തി കാർത്തി അല്പം സീരിയസ് ആയി ചോദിച്ചു, അല്ല, അപ്പോൾ എങ്ങോട്ടാണ് നാളെ ഡേറ്റിന് പോകാൻ തീരുമാനിച്ചത്? എനിക്കറിയില്ല. റേയുടെ ഒറ്റവാക്കിലുള്ള ഉത്തരം ഉടനടി വന്നു. വാട്ട്? അയ്യോ, നീ അതൊന്നും ചോദിക്കാതെയാണോ സമ്മതം പറഞ്ഞത്? കാർത്തി അവന്റെ ഒരു കൈ നെറ്റിയിൽ വെച്ചു. അത് ശരി, നീ മനഃപൂർവ്വം എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുകയാണോ? അവള് നിന്നെ തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ വിളിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു ഷോർട്ട് പീരീഡിൽ എനിക്കെവിടെ നിനക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? കാർത്തിയുടെ ആധിയും ഉത്കണ്ഠയും അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അവനത് ആലോചിക്കുമ്പോൾ തന്നെ ആകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. പക്ഷേ മഞ്ഞുപോലെ തണുത്ത ഭാവത്തിൽ റേ അവനെ വെറുതെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അവൾ എന്നെ ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമെന്ന് നീ കരുതുന്നുണ്ടോ? അതെനിക്കെങ്ങനെ അറിയാം? നീ എന്താ അവളോടൊന്നും ചോദിക്കാഞ്ഞത്? ഞാൻ ചോദിച്ചു, പക്ഷെ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. അവൾക്ക് എന്തോ പ്ലാൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. ഞാൻ അവളോട് പോയി ചോദിക്കാം, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ആ സ്ഥലം സേഫ് ആണോ അല്ലയോ എന്ന് എനിക്കറിയണം. എന്തിന്? റേ ഒരു പുരികം പൊക്കി അവനോട് ചോദിച്ചു. അതല്ലടാ, നമ്മളെ പോലെയുള്ളവർ അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നത് റിസ്ക് ആണ്. നീ എന്നോട് ഒത്തിരി തിരക്കുള്ള പ്ലേസിൽ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. കാർത്തി അവനെ കൊണ്ട് കഴിയില്ല എന്ന തരത്തിൽ തലയിളക്കി. എന്നെയല്ല, എന്റെ നിഴൽ പോലും ഒരാളും തൊടില്ല. അത് നിനക്കും അറിയാവുന്നതല്ലേ? കാർത്തി തന്റെ ചെമ്പൻ നിറത്തിലുള്ള മുടിയിലൂടെ എന്തു ചെയ്യണമെന്നറിയാതെ വിരലുകൾ ഓടിച്ചു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ റേക്ക് വെള്ളക്കൊടി കാണിച്ചു. അല്ലാതെ അവന് വേറെ നിവർത്തിയില്ലായിരുന്നു. ഐ ഗോട്ട് ഇറ്റ്. കാർത്തി അല്പം ആശങ്കയോടെ വാതിലിനടുത്തേക്ക് നടന്നു തുടങ്ങി. വാതിലിനടുത്തെത്തിയ അവൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. റേ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാർത്തി എല്ലാം റെഡിയാക്കാമെന്ന മട്ടിൽ ആശങ്ക വിടാത്ത മുഖഭാവത്തോടെ തന്നെ കണ്ണടച്ചു കാണിച്ചു. അർദ്ധരാത്രി. ഫെർണാണ്ടസ് മാൻഷനിൽ എല്ലാവരും നല്ല ഉറക്കമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ഗാഥയും റേയും സുഖമുള്ള ഉറക്കത്തിലാണ്. റേ അവളിൽ നിന്നും അല്പം അകലം പാലിച്ചാണ് കിടക്കുന്നത്. മുൻപ് അവളുടെ കൂടെ കിടന്നപ്പോഴുള്ള അനുഭവം ഓർത്താവാം. കട്ടിലിന്റെ ഒരറ്റത്ത് ഒതുങ്ങിയാണ് അവൻ കിടക്കുന്നത്. ഇടയ്ക്ക് ഗാഥ ഉണർന്നു. അവൾ എഴുന്നേറ്റ് കട്ടിലിൽ നിന്നും ടോയ്ലറ്റിലേക്ക് പാതി മയക്കത്തിൽ നടന്നു. അല്പം സമയം കഴിഞ്ഞ് അവൾ വീണ്ടും ബെഡിലേക്ക് നടന്നു. അപ്പോഴും അവൾ ഉറക്കപ്പിച്ചിലായിരുന്നു. ബെഡ് ലൈറ്റ് ഓൺ ആയിരുന്നു. അവൾ അലക്ഷ്യമായി റേ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ആ മനുഷ്യനെ കട്ടിലിൽ കണ്ടയുടനെ ഒരു വല്ലാത്ത ആകാംക്ഷ അവൾക്കുണ്ടായി. അവളുടെ ഉറക്കപ്പിച്ച് അവളെ വിട്ടുപോയി. അവൾ അല്പനേരം എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ കള്ളന്മാരെ പോലെ മെല്ലെ നടന്ന് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കട്ടിലിൽ കയറി. അവൾ ശ്രദ്ധയോടെ ബെഡിലിരുന്നു. ചുണ്ടുകൾ എപ്പോഴത്തെയും പോലെ പതിയെ കടിച്ചു. അവൾക്ക് ശരിക്കും അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. ലോകം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുമെന്ന മട്ടിൽ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തേക്ക് നിരുപദ്രവകരമായി വളരെ പെട്ടെന്നൊന്ന് നോക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒരു തവണ, ഒറ്റ തവണ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു അവൾക്ക്. ആ നിമിഷം അവളുടെ ആഗ്രഹം സ്വന്തം ജീവിതത്തെക്കാൾ വളരെ വലുതാണെന്ന് ഗാഥയ്ക്ക് തോന്നി. എന്റെ കർത്താവേ, വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചപ്പോൾ ഹൗവയ്ക്കും ഇങ്ങനെയൊക്കെയാണോ തോന്നിയത്? ഗാഥ മനസ്സിൽ സ്വയം ചോദിച്ചു. കാരണം അത് ചെയ്യണമെന്ന് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതുപോലെ അത് ചെയ്യാൻ പാടില്ല എന്നത് മനസ്സിൽ തെളിഞ്ഞു വന്നു. പക്ഷേ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല എന്നവൾക്ക് അറിയാമായിരുന്നു. ഇനി ഞാൻ നോക്കുന്നതെങ്ങാനും ഇയാൾ കണ്ടാലോ? ഒരു നിമിഷം അവൾ ചിന്തിച്ചു. അപ്പോൾ അബദ്ധത്തിൽ അവനെ കണ്ടതാണെന്ന് പറയാം, അവൾ സ്വയം മന്ത്രിച്ചു. ഗാഥ സ്വയം ശാന്തമാവാൻ 2-3 തവണ ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് അവൾ മനസ്സിൽ പതിയെ എണ്ണി. 1, 2, 3. അവൾ ശ്വാസം അടക്കി പിടിച്ച് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ ധൈര്യപ്പെടാതെ
അവനെ പതിയെ എത്തി നോക്കി. റേയുടെ മുഖത്തിന്റെ മുകൾ ഭാഗം ഒരു കറുത്ത സ്ലീപ്പിംഗ് മാസ്ക് കൊണ്ട് മറച്ചിരുന്നു. നെറ്റിയും കണ്ണുകളും മറച്ച് അട്രാക്റ്റീവായ ചുണ്ടുകളും നീണ്ട മൂക്കിന്റെ അറ്റവും മാത്രം കാണിക്കുന്ന മുഖംമൂടി സാധാരണത്തേതിനേക്കാൾ അല്പം വലുതായിരുന്നു അത്. എന്നാലും അവൾക്ക് അവന്റെ സൗന്ദര്യം കാണാൻ കഴിഞ്ഞു. അപ്പോൾ അബദ്ധത്തിൽ പോലും അത് സംഭവിക്കില്ലെന്ന് അന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണല്ലേ? ഗാഥ സ്വയം പറഞ്ഞു. ഇയാൾ ഉറക്കത്തിൽ പോലും ഇത്രയ്ക്ക് ശ്രദ്ധാലുവാണോ? അവൾ ചിന്തിച്ചു. ഉറക്കത്തിൽ ഇത്രയ്ക്ക് ജാഗ്രത പാലിക്കണമെങ്കിൽ ഇയാൾ ഉണർന്നിരിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കുമായിരിക്കും? അവന്റെ വടിവത്ത കഴുത്തും പാശ്ചാത്യരെ ഓർമ്മിപ്പിക്കുന്ന അവന്റെ നീണ്ട മെലിഞ്ഞ ചുണ്ടുകളും വടിവത്ത നീണ്ട താടിയും ബ്രൗൺ തലമുടിയും അവൾ കണ്ടു. അവൾ അവനെ തന്നെ സ്വയം മറന്ന് നോക്കി നിന്നു. അവന്റെ മുഖം മുഴുവൻ എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. കോൺട്രാക്ട് പ്രകാരം അതിന് യാതൊരു സാധ്യതയുമില്ല എന്നവൾക്കറിയാം. എന്നാലും ഇടയ്ക്കിതുപോലെ ആകാംക്ഷ കൂടുമ്പോൾ എങ്ങാനും അവൾക്ക് ആഗ്രഹം ശക്തമായി തോന്നി. ഉറങ്ങുന്നില്ലേ? റേയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഗാഥ ഞെട്ടി. റേ ഉണർന്നിരിക്കുകയാണെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മാതാവേ, അയാൾ എപ്പോഴാണ് ഉണർന്നത്? ഞാൻ കുറെ നേരം അയാളെ തുറച്ചു നോക്കുന്നത് അയാൾക്ക് മനസ്സിലായോ? ഉറങ്ങാൻ പോവാ. ഞാനിപ്പോ ലൈറ്റ് ഓഫ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഗാഥ കഴിയുന്നത്ര വേഗത്തിൽ സംസാരിച്ചു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ തലവഴി പുതപ്പ് മൂടിക്കിടന്നു. ആ സമയം റേയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മിന്നിമറഞ്ഞു. അവൾ നല്ല ഉറക്കം പിടിച്ചെന്നറിഞ്ഞപ്പോൾ റേ അവന്റെ മുഖത്തെ സ്ലീപ്പിംഗ് മാസ്ക് മാറ്റി. അവൻ അവളുടെ തലവഴിയിട്ട പുതപ്പ് താഴ്ത്തി അവളുടെ മുഖം കാണാവുന്ന പോലെ അവളെ പുതപ്പിച്ചു. അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. എപ്പോഴോ ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ അവൻ സ്ലീപ്പിംഗ് മാസ്ക് എടുത്ത് കണ്ണിൽ വച്ചതിന് ശേഷം കിടന്നു. കാലാവസ്ഥ ശോഭനമായിരുന്നു. ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ആഡംബര കാറിനുള്ളിലായിരുന്നു അവരുടെ യാത്ര. വളരെ സാധാരണമായ പ്ലെയിൻ വസ്ത്രം ധരിച്ചിട്ടും അവൻ ഇപ്പോഴും വളരെ സെക്സി ലുക്കുള്ള ഒരു സുന്ദരനാണെന്ന് അവൾക്ക് തോന്നി. അയാളെ അവൾ കണ്ണുവെട്ടാതെ നോക്കി നിന്നു. ഇയാൾ ഏത് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയാണല്ലോ. ആകെ ഒരു കുറവ് ആ മാസ്കാണ്. ഗാഥ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. മാസ്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ പുറത്തു പോകുമ്പോ നിങ്ങളെ മറ്റുള്ളവർ വിചിത്രമായി നോക്കാതിരിക്കാൻ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ആ കനത്ത നിശബ്ദത നീക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അല്പം കുസൃതി നിറഞ്ഞ ഭാവത്തിൽ അവനെ നോക്കി നിന്നു. അവളുടെ നോട്ടവും ഭാവവും കണ്ട് ഒരല്പം സംശയത്തോടെ റേ ഗാഥയെ നോക്കി. ഒരു ജോഡി മുഖംമൂടികൾ പിടിച്ചിരുന്ന അവളുടെ കൈകളിലേക്ക് റേയുടെ കണ്ണുകൾ പോയി. അവൾ അവനെ നോക്കിക്കൊണ്ട് അതിൽ ചെറുതെടുത്ത് അവളുടെ മുഖത്ത് വെച്ചു. അവൾ അതിട്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിരുന്നു. റേക്കത് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ആ മുഖംമൂടികൾ കണ്ട് അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു മുയലിനെ പോലെ ബാലിഷ്യമായി രൂപകൽപ്പന ചെയ്തവയായിരുന്നു അത്. അവൻ വിചാരിച്ചിരുന്നേൽ അത് വേണ്ടെന്ന് വയ്ക്കാമായിരുന്നു. പക്ഷേ എന്തോ ഒരു മായാജാലം പോലെ അവൾ പറയുന്നതൊന്നും അവന് വേണ്ടാന്ന് വെക്കാൻ കഴിഞ്ഞില്ല. ആ ബണ്ണി മാസ്ക് വെക്കുമ്പോ തമാശയെ തോന്നുമെങ്കിലും അവൾക്കത് ധരിച്ചപ്പോൾ വളരെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അവൻ അവന്റെ മാസ്ക് കഴിച്ച് ആ ബണ്ണി മാസ്ക് ധരിച്ചു. ആ സമയം ഗാഥ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. നമ്മൾ എത്തി ബോസ്. കാർ നിർത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു. റേ കാറിന്റെ ഗ്ലാസിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. അവന്റെ കൈവിരലുകൾ നെറ്റിയിൽ വെച്ച് പതിയെ തിരുമാൻ തുടങ്ങി. ഇങ്ങനൊരു സ്ഥലത്ത് ഇവൾ കൊണ്ടുവരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതൊരു വലിയ പാർക്കായിരുന്നു. മൂന്നാറിലെ ഫേമസ് സ്നോ വാലി അമ്യൂസ്മെന്റ് പാർക്ക്. അതേസമയം കാർത്തി പാർക്കിലെ ഒരു സിമന്റ് ബെഞ്ചിൽ അലസമായിരുന്ന് ചുറ്റുമുള്ള കാഴ്ചകളിലൂടെ കണ്ണോടിച്ചു. അവൻ റേയുടെ വരവിനായി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെ റേ മാസ്ക് ധരിച്ചു വരും എന്നവൻ അത്ഭുതപ്പെട്ടു. കാറിന്റെ ഡോറുകൾ തുറക്കാൻ തുടങ്ങുന്നത് കണ്ട നിമിഷം അവൻ പെട്ടെന്ന് എഴുന്നേറ്റു.
രസകരമായ ബണ്ണി മാസ്ക് ധരിച്ച ഗാഥ കാറിൽ നിന്നിറങ്ങിയപ്പോൾ കാർത്തിയുടെ കണ്ണുകൾ തിളങ്ങി. അവന് ചിരിയും ആശ്ചര്യവും വന്നു. എന്നിരുന്നാലും അടുത്ത നിമിഷത്തിൽ കാറിൽ നിന്നിറങ്ങിയ രൂപത്തെ കണ്ട് കാർത്തി ശ്വാസം വിടാൻ പോലും മറന്ന് സ്തബ്ധനായി. അവൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു കാഴ്ച. അത് അവനെ സംബന്ധിച്ച് വളരെ വിചിത്രമായിരുന്നു. പെട്ടെന്ന് വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച കണ്ട ആഘാതത്തിൽ അവൻ ശ്വാസം വലിച്ചപ്പോൾ അത് നിയന്ത്രിക്കാനായില്ല. അവൻ 2-3 തവണ ചുമച്ചു. എന്നിട്ട് വീണ്ടും അവനെ നോക്കി. ദൈവമേ! കാർത്തിക്ക് അതിനപ്പുറം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ആ നിമിഷങ്ങളിൽ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൻ തല കുടഞ്ഞ് കണ്ണുകൾ ഇറുക്കിയടച്ച് ഒന്നുകൂടി നോക്കി. ആ നിമിഷം ഗാഥയുടെ അതേപോലുള്ള സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് അതേ രസകരമായ ബണ്ണി മാസ്ക് വച്ച് റേ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു. അവൻ ആകെ പരിഭ്രാന്തനായി. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. തന്റെ ഭ്രാന്തമായ സ്വപ്നങ്ങളിൽ പോലും. അവൾ തന്റെ അരികിലുള്ള ആളുടെ നേരെ തിരിഞ്ഞു. അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു. 4-ാം ഘട്ടം അവൾ മനസ്സിൽ പറഞ്ഞു. സ്റ്റെപ്പ് 4, അവനെ ഒന്ന് ടച്ച് ചെയ്യുക. ഹെലൻ തന്നോട് ഇതേപ്പറ്റി പറഞ്ഞത് ഗാഥ ഓർത്തു. ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം. നീ മനഃപൂർവ്വം തൊടുകയാണെന്ന് തോന്നാതെ വളരെ സ്വാഭാവികമായി ചെയ്യണം. നിൻമുഖം തെളിഞ്ഞിടും, നീ എന്നും നിറഞ്ഞിടും എൻ മിഴികളിൽ. അറിയാതെ കരളില വരുമല്ലോ നീ ഒരു കനവില. തിരിയില്ല